കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സൈബർ പോരാളികൾ അല്ലെങ്കിൽ CPIM-ന്റെ സൈബർ പോരാളികൾ അവർ ആരാണ്? ഇടതുപക്ഷത്തിൻ്റേത് എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ CPIM-ൻ്റേത് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സജീവമായുള്ള വിവിധ പേജുകളുണ്ട്, ഫേസ്ബുക്ക് പേജുകളുണ്ട്. ആ പേജുകളിലെല്ലാം വരുന്നത് CPM വിരുദ്ധ കണ്ടന്റുകളാണ് എന്നാണ് MP ജയരാജൻ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അതോടുകൂടിയാണ് ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഉയർന്നു വന്നത് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജ്. ഇതിൻ്റെ യഥാർത്ഥ അഡ്മിൻ ആരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? ഒരു പോരാളി ഷാജി എന്ന പേജല്ല, നിരവധി പേജുകളുണ്ട്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കണക്കെടുക്കുമ്പോൾ 35ഓളം പോരാളി ഷാജി എന്നു പേരുള്ള സോഷ്യൽ മീഡിയ പേജുകളുണ്ട്, ഫേസ്ബുക്ക് പേജുകളുണ്ട്. ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന് പോലും അറിയാത്ത അവസ്ഥയുണ്ട്. ഈ പേജുകളെല്ലാം CPIM വിരുദ്ധ കണ്ടന്റുകളാണ് വരുന്നത്. അത് CPIM അണികളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സോഷ്യൽ മീഡിയകൾ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അത് CPIM പ്രവർത്തകരിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് MP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ആരാണ് ഇതിൻ്റെ അഡ്മിൻ, ആരാണ് ഇതിന് പിറകിലുള്ളത്, ഏതാണ് യഥാർത്ഥ പോരാളി ഷാജി എന്നറിയണമെങ്കിൽ അതിന് പിറകിലുള്ള ആളുകൾ ആരാണ് എന്ന് പറയണം. അവർ പുറത്തേക്ക് വരണം. അവർ ഞങ്ങളുടേതാണ് ഈ പേജ് എന്ന് പറയണം. ഒറിജിനൽ പോരാളി ഷാജി ഞങ്ങളാണ് എന്ന് പറയണം എന്നാണ് MP ജയരാജൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതേക്കുറിച്ച് ഇപ്പോൾ പുതിയൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ചെറിയാൻ ഫിലിപ്പാണ്. KPCC ഓഫീസിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് ചെറിയാൻ ഫിലിപ്പായിരുന്നു. ആ ചെറിയാൻ ഫിലിപ്പാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. പോസ്റ്റിൽ പറയുന്നത്, പോരാളി ഷാജിയെ ക്രൂശിക്കുന്നത് സ്റ്റാലിനിസം ചെറിയാൻ ഫിലിപ്പ് എന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ പോസ്റ്റിന്റെ തലക്കെട്ട്. പോരാളി ഷാജിയെ ക്രൂശിക്കുന്നത് സ്റ്റാലിനിസം ചെറിയാൻ ഫിലിപ്പ്. അതിനുശേഷം പറയുകയാണ്, പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് സൈബർ ഇടങ്ങളിൽ ഏറ്റവും അധികം പോരാടിയ പോരാളി ഷാജിയെ ഭരണത്തിൻ്റെയും പാർട്ടിയുടെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നത് സ്റ്റാലിനിസമാണ് എന്ന്. കഴിഞ്ഞ തവണ CPIM-ന്റെ അധികാരത്തിലായ ഏറ്റവും കൂടുതൽ പോരാടിയത് പോരാളി ഷാജിയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ CPIM-ന്റെ ആയിരക്കണക്കിന് വരുന്ന, പതിനായിരക്കണക്കിന് വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന അണികൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുമല്ല ഈ പോരാളി ഷാജി ഇല്ലെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരില്ലായിരുന്നു എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ്, 15 വർഷത്തിലധികമായി CPM നേതാക്കളും പ്രവർത്തകരും ഏറ്റവും അധികം ഷെയർ ചെയ്തിട്ടുള്ളത് പോരാളി ഷാജി സൈബർ സംഘത്തിന്റെ പോസ്റ്റുകളാണ്. AKG സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന CPM സൈബർ വിഭാഗം ഏറ്റവും അധികം പകർത്തിയത് പോരാളി ഷാജിയുടെ പോസ്റ്റുകളാണ്. പോരാളി ഷാജി ആരെന്ന് MP ഗോവിന്ദനും MP ജയരാജനും അറിയില്ലെങ്കിൽ P ജയരാജനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പോരാളി ഷാജി ആരെന്ന് MP ഗോവിന്ദനും MP ജയരാജനും അറിയില്ലെങ്കിൽ P ജയരാജനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നാണ്. എന്ന് വെച്ചാൽ പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണ്, യഥാർത്ഥ പോരാളി ഷാജി ആരാണ്, അത് എനിക്കറിയാം എന്ന് വെച്ചാൽ ചെറിയാൻ ഫിലിപ്പിന് അറിയാമെന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ്. ഇത് തന്നെയാണ് MP ജയരാജൻ പറഞ്ഞത്. ആരാണ് ഇതിൻ്റെ അഡ്മിൻ? ആ അഡ്മിനെ ഇപ്പോൾ വിലക്കെടുത്തിരിക്കുന്നു. അഡ്മിനെ വിലക്കെടുത്ത് അതിൽ ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുകളിൽ CPM വിരുദ്ധ പരാമർശങ്ങളും കണ്ടന്റുകളും വരുന്നു. വിലക്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ അഡ്മിൻ ആരാണ് എന്നറിയണം. അപ്പോൾ അഡ്മിൻ ആരാണ് എന്ന് ചെറിയാൻ ഫിലിപ്പിന് അറിയാം. P ജയരാജനോട് ചോദിക്കൂ. P ജയരാജൻ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്മിൻ ആരാണ് എന്ന് ചെറിയാൻ ഫിലിപ്പിന് അറിയാം. ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കോൺഗ്രസ് ഓഫീസിലാണ്, മാധ്യമ വിഭാഗത്തിന്റെ തലവനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അറിയാം പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണ് എന്ന്. അപ്പോൾ MP ജയരാജൻ പറഞ്ഞതോ, ഈ അഡ്മിനെ ആരോ വിലക്കെടുത്തിട്ടുണ്ട് എന്നാണ്. ഈ പേജ് ആരോ വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അത് ചെറിയാൻ ഫിലിപ്പാണോ കോൺഗ്രസ് ആണോ എന്ന സംശയമാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. MP ജയരാജൻ പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഈ പോരാളി ഷാജി ഒറിജിനൽ ആരാണെന്ന് അറിയില്ല, ഒരു പോരാളി ഷാജിയെ കുറിച്ച് അറിയില്ല. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ? അറിയില്ല. കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത്? അറിയില്ല. ജയരാജേട്ടൻ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പോരാളി ഷാജി ഉണ്ടോ? അറിയില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും. ഏതൊരു സിനിമയിലൊരു രംഗം ഉണ്ടായിരുന്നു. 8 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഈ പോരാളി ഷാജിക്കുള്ളത്. അത് അധികവും ഈ നമ്മുടെ ഇടതുപക്ഷ അനുഭാവികളും ഒക്കെയാണ്. ആ പോരാളി ഷാജിയെയും CPM അറിയില്ല എന്നാണ്. അത് ആരതാന്ന് അറിയില്ല.
ഇതെന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ആൾ കൊടുക്കുന്നതല്ല. ഏത് നമ്മൾ റഹീമിനോട് ഈ എരണം കെട്ടവൻ അറിയില്ല. അതുകൊണ്ട് ഒറിജിനലായ ആള് രംഗത്ത് വരണം. ഇതാണ് ഞാൻ പറയുന്നത്. കണ്ടെത്താൻ കഴിയണമെങ്കിൽ അയാൾ രംഗത്ത് വരണം, എന്നിട്ട് അയാൾ പറയണം. ഇതാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ തെറ്റായ ഒരു കാര്യവും ആരും ഇടാൻ പാടില്ല. അഡ്മിൻ ഓൺലിയാണ്, ഞാനാണ് ഇതിനെ നയിക്കുന്നത്, ഞാൻ മാത്രമേ പോസ്റ്റ് ഇടാൻ പാടുള്ളൂ. ഇതൊരു സ്വാഭാവികമായ സ്ട്രാറ്റജി ആയിരിക്കില്ലേ? എതിരാളികൾ ഇടതനുകൂല പേജുകൾക്ക് അവർ ഡ്യൂപ്ലിക്കേറ്റ് വ്യാപകമായി ഉണ്ടാക്കുകയും അതുവഴി ഇടതുവിരുദ്ധ കണ്ടന്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയ ഇപ്പോൾ നടക്കുന്ന ഒരു സ്വാഭാവിക സംഭവമാണ്. അത് സ്വാഭാവികമായ ഒന്നായി കരുതിക്കൂടാ. അതിന് പ്രോത്സാഹിപ്പിച്ചാൽ ഒരു നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ പലർക്കും സാധിക്കും. ഇത് UDF കൈകാര്യം ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളായിട്ട് നമുക്കിപ്പോൾ ആശ്വസിക്കാം. അവർ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ്. നാളെ ഒരു തീവ്രവാദി അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യകാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ്, ആശയ പ്രചരണമായിരുന്നു. അത് പിന്നീട് മാറി വ്യാജ അക്കൗണ്ടിലേക്ക് എത്തി. മാത്രമല്ല വിലക്കെടുക്കാൻ തുടങ്ങി. പഴയ പോരാളി ഷാജി ആരാന്നറിയില്ല. കണ്ടന്റ് ഏറ്റവും നല്ല കണ്ടന്റ് വന്നിട്ടുണ്ട്, എന്നാൽ ഏറ്റവും മോശപ്പെട്ട കണ്ടന്റും വന്നിട്ടുണ്ട്. അത് നമുക്കറിയില്ല, നോക്കണം. ഒറിജിനൽ ആര് എന്നുള്ളത് പറയണം. ഞാൻ പറഞ്ഞതിന്റെ സംഗതി മനസ്സിലായത്. പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് 10 or 100 വന്നിട്ടുണ്ട്. ഈ 10 or 100 വന്നതിൽ ഒറിജിനലായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അഡ്മിൻ MP ജയരാജനാണെങ്കിൽ MP ജയരാജൻ ധൈര്യത്തോടെ പറയണം. MP ജയരാജൻ ഉന്നയിക്കുന്ന ആരോപണം വളരെ കറക്റ്റാണ്. കാരണം ഈ പേജുകൾ ആരോ വിലക്കെടുത്തിരിക്കുന്നു. ഈ പേജുകളിൽ നേരത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമായ കണ്ടന്റുകൾ വന്നുകൊണ്ടിരുന്നു. പിന്നീട് അത് മെല്ലെ മെല്ലെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ CPM വിരുദ്ധ കണ്ടന്റുകൾ വരുന്നു. പോരാളി ഷാജി എന്ന് പറഞ്ഞ് നിരവധി പേജുകൾ ഉണ്ടാകുന്നു. ഏകദേശം 30ഓളം പേജുകൾ. പ്രേക്ഷകർക്ക് അതിൻ്റെ ലിസ്റ്റ് കാണാം, ആ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം. അത് ഓരോരോ പോരാളി ഷാജിയുടെയും ചിത്രങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പോരാളി ഷാജി എന്ന പേരിൽ തന്നെ 30ഓളം പേജുകൾ 40ഓളം പേജുകൾ ഉണ്ടാകുന്നു. ആ പേജുകളിലെല്ലാം CPM വിരുദ്ധ കണ്ടന്റുകൾ വരുന്നു. ആ കണ്ടന്റുകൾ ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു, CPM പ്രവർത്തകർ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. കാരണം പോരാളി ഷാജി എന്നത് CPIMന്റെ സൈബർ വിങ് ആണ് എന്ന് പൊതു ചർച്ച ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ഇതിന്റെ അഡ്മിൻ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം. MP ജയരാജൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഏതാണ് യഥാർത്ഥ പോരാളി ഷാജി, അതിന്റെ അഡ്മിൻ ആരാണ്, അവർ പറയണം ഞങ്ങളാണ് ഇന്ന പേജിന്റെ ആള്, മറ്റെല്ലാ പേജുകളും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരണമെന്നാണ് പറയുന്നത് MP ജയരാജൻ. കാരണം MP ജയരാജന് ഇതിന്റെ അഡ്മിൻ ആരാണെന്ന് അറിയില്ല, CPIM നേതാക്കൾക്ക് ഇതിന്റെ അഡ്മിൻ ആരാണെന്ന് അറിയില്ല. അപ്പോഴാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് P ജയരാജനോട് ചോദിക്കൂ, P ജയരാജന് അറിയാം, അതല്ലെങ്കിൽ എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം എന്ന്. ഇപ്പോൾ കാര്യം വ്യക്തമാണ്. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ആരാണ് എന്ന് ചെറിയാൻ ഫിലിപ്പിന് അറിയാം. എന്താണ് CPIMന്റെ ആരോപണം? ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ CPM കണ്ടന്റുകൾ വരുന്നു. ആദ്യം വന്നിരിക്കുന്നത് CPIMന്റെ അനുകൂലമായ പോസ്റ്റുകൾ തന്നെയായിരുന്നു. മെല്ലെ മെല്ലെ അത് മാറി മാറി അതേ പേജിൽ CPM വിരുദ്ധ സാധനങ്ങൾ വരുന്നു. എന്ന് വെച്ചാൽ ഈ പേജ് ആരോ വിലക്കെടുത്തിരിക്കുന്നു. ഇതുപോലുള്ള നിരവധി പേജുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ആരാണ് ഇതിന് പിറകിൽ? ആരാണ് ഈ പേജ് വിലക്കെടുത്തത്? അഡ്മിൻ ആരാണ് എന്നറിഞ്ഞാലല്ലേ വിലക്ക് വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ വിലക്ക് വാങ്ങിയിരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ചെറിയാൻ ഫിലിപ്പ് വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങിയത് കോൺഗ്രസ് ആണോ? അതാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ വെളിപ്പെടുത്തേണ്ടത് ആരാണ്? അത് ചെറിയാൻ ഫിലിപ്പ് തന്നെയാണ്. ആരാണ് ഇതിന്റെ അഡ്മിൻ എന്ന് P ജയരാജൻ പറയുമോ ഇല്ലയോ? ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ P ജയരാജനെ അറിയുമോ ഇല്ലയോ എന്നത് P ജയരാജനാണ് പറയേണ്ടത്. P ജയരാജൻ അറിയുമെന്ന് പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്ന ആളാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ചെറിയാൻ ഫിലിപ്പിനുണ്ട്. ചെറിയാൻ ഫിലിപ്പ് അത് നിർവഹിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.